രണ്ട് മതിയോ? പറഞ്ഞുകൊണ്ട് രണ്ടിൽ ഒതുക്കുകയാണ്. എന്തായാലും ഈ നോ ലിമിറ്റ്സ് എന്ന് പറയുന്നത് ഇവിടെ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു കാര്യത്തിന് ലിമിറ്റ് ഇല്ലാത്ത, കൂടെ സ്നേഹത്തിനും ഒരു ലിമിറ്റും വയ്ക്കാത്ത ഒരു കൂട്ടമാണ് ഈ വയസ്സത്തിലെ 30 എന്ന് പറയുന്ന സിനിമയുടെ ഈ ഒരു കൂട്ടായ്മ. എല്ലാവരും ഒരു കുടുംബം പോലെ കഴിഞ്ഞ ഒരു സിനിമയാണ്. ആ നാട് മുഴുവൻ ഒരു സിനിമയ്ക്ക് ഇത്രയധികം സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്നു എന്ന് പറയുന്നത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു വിജയം. അപ്പോൾ തീർച്ചയായിട്ടും പിന്നെ നമ്മുടെ മുത്തശ്ശി ഇവിടെ ഉണ്ട്, ഏകദേശം 100 അടുത്ത് തോന്നുന്നല്ലേ അയ്യോ ഓക്കെ. അപ്പോൾ അങ്ങനെ ഒരാൾ കൂടെ ഈ ഒരു സിനിമയുടെ ഭാഗമാണ് എന്നത് ഇതിൻ്റെ വലിയൊരു പ്രത്യേകതയാണ്. എന്തായാലും ഒരുപാട് ഒന്നും അവകാശവാദങ്ങളൊന്നുമില്ല. ഈ സിനിമ പറഞ്ഞ പോലെ ഫെബ്രുവരി 29 ശേഷം ജനങ്ങൾ ഏറ്റെടുക്കട്ടെ എന്ന് മാത്രം ആത്മാർത്ഥമായിട്ട് ആശംസിച്ചുകൊണ്ട് ഷിജുവേട്ടനും പപ്പേട്ടനും അതുപോലെ തന്നെ എന്നെ ഈ സിനിമയിലേക്ക് പരിചയപ്പെടുത്തിയ ഫൈസൽ മാഷുണ്ട് ഇവിടെ. ഫൈസൽ മാഷ് ഉൾപ്പെടെയുള്ള എല്ലാ പ്രിയപ്പെട്ടവരോടും പിന്നെ പ്രശാന്ത് മുരളി ബാക്കി കൂടെ അഭിനയിച്ച എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം. താങ്ക് യു. ഒരുപാട് സ്നേഹം പ്രിയപ്പെട്ടവരെ. വയസ്സെത്ര 30 അതുപോലെ എൻ്റെ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കൾ എല്ലാം ഏറ്റവും സുഹൃത്തുക്കൾ. ഞാൻ ഇപ്പോൾ കുറേ ദിവസമായി ഇങ്ങനത്തെ പരിപാടിക്ക് വരുന്നത്. അങ്ങനെ എല്ലാ സിനിമയും ചെറിയൊരു വേഷം ചെയ്തുകൊണ്ട് ഇതുപോലെ പരിപാടിക്ക് വരാൻ പറ്റുന്ന വലിയ ഭാഗ്യമായിട്ട് കാണാം. കാരണം അടിപൊളിയല്ലേ, എല്ലാവരും കാണാം, അടിപൊളിയാണ്. അപ്പോൾ വയസ്സെത്ര 30 പപ്പേട്ടൻ്റെ നരിപ്പറ്റ നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പേ നമ്മൾ പോസ്റ്റർ കോട്ടപ്പുറത്തെ കൂട്ടുകുടുംബെല്ലാം കണ്ടാൽ. അപ്പോൾ അദ്ദേഹത്തെ പണ്ടേ അറിയാം. അപ്പോൾ അങ്ങനെ പടത്തിൽ ചെറിയ വേഷം കിട്ടി. അവർ ഷെയ്ജി സാർ, പ്രൊഡ്യൂസർ, നായകൻ അടിപൊളിയാണ്, ഗംഭീരാണ്. എല്ലാവരും നമ്മുടെ പ്രിയപ്പെട്ട എല്ലാവരും രമ്യായാലും പിന്നെ നമ്മുടെ ചിത്രയായാലും എല്ലാം സൗഹൃദമാണ്. പിന്നെ വടകരക്കാർ അല്ലേ വീടിൻ്റെ പിന്നെ വടകരൻ്റെ ഒരു സ്നേഹം ഞാൻ മുമ്പേ അനുഭവിച്ചിട്ടില്ല. ആ ഒരു നാടിൻ്റെ ഗ്രാമത്തിൻ്റെ പ്രത്യേകത അത് എപ്പോഴും ഉണ്ട്. പടത്തിൻ്റെ സമയത്ത് ഇവരെല്ലാം പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ പഠിച്ചശേഷം ഞാൻ ശേഷം അവിടെ പോയിട്ടുണ്ടായിരുന്നു. ഭയങ്കര ബന്ധങ്ങളും സ്നേഹങ്ങൾക്ക് പ്രാധാന്യമില്ല. പിന്നെ പപ്പ സാറ് ഭയങ്കര രസകരമായി ചെയ്യുക, ഒരു സൈലേ എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി ചെയ്ത നല്ല ഏറ്റവും നല്ലൊരു ഡയറക്ടറാണ്. അപ്പം ഏതൊരു കാലഘട്ടത്തും അദ്ദേഹം സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുതിയ കാലഘട്ടത്തും ഒരു പുതിയ ട്രെൻഡിനോടൊപ്പം തന്നെ അദ്ദേഹം വളരെ നന്നായി സഞ്ചരിക്കുന്നു എന്നുള്ളതിന് ഏറ്റവും പ്രത്യേകത എനിക്ക് തോന്നിയത്. കാരണം ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ തന്നെ ഒരു 10-25 വർഷം മുമ്പേ ഞാൻ ആ പടം കണ്ടിട്ടുണ്ടാവില്ല എനിക്ക് തോന്നുന്നു. അന്നും അദ്ദേഹത്തിൻ്റെ ആ പടം നമ്മൾ പോസ്റ്റർ കാണുന്നത് നമ്മളെ ചെറുതാണ്. ഇന്ന് നമ്മൾ ആ അദ്ദേഹത്തിൻ്റെ സിനിമയിൽ അഭിനയിക്കുന്നു പറയുന്നത് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇതായിട്ട് തോന്നുന്നു. അതുപോലെ ഞാൻ കമൽ സാറിൻ്റെ പടമെല്ലാം കണ്ട് വന്ന ഒരാളാണ്. അപ്പോൾ കമൽ സാറിൻ്റെ പടത്തിൽ 2 പടത്തിൽ ഞാൻ അഭിനയിക്കുന്നു നമ്മളെ സംബന്ധിച്ചത് വലിയൊരു ഭാഗ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. നമ്മൾ പുതിയ യാത്രയിൽ ചെയ്ത സിനിമ എന്ന് പറയുന്നത് കുഞ്ഞു കുഞ്ഞു വേഷങ്ങൾ ചെയ്തു. ഇത് നല്ല രസമായിട്ടുള്ള വേഷം ചെയ്താൽ അടിപൊളിയാണ്. ഞാൻ കൂടുതൽ പറഞ്ഞത് എന്തായാലും എല്ലാം ഗംഭീര. അതിൻ്റെ എല്ലാം പിന്നെ അഭിനയിക്കുന്നവരും എൻ്റെ യൂണിറ്റും ക്യാമറയും എല്ലാം അടിപൊളിയാണ്, എല്ലാം രസമാണ്. പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷകൻ എങ്ങനെയാണ് സിനിമ ഒരു രീതിയിൽ എടുക്കുന്നത് നല്ല സിനിമയാവും. തിയേറ്ററിൽ ഭയങ്കര രസമായിട്ട് ഒരു എൻ്റർടൈൻമെൻറ്റ്, ഫുൾ എൻ്റർടൈൻമെൻറ്റാണ്. എന്തായാലും സന്തോഷമുണ്ട്. ഫെബ്രുവരി സ്നേഹം കാണാൻ പറ്റുന്നത് എല്ലാവരും പോലെ ഇങ്ങനെ കാണാൻ പറ്റും. ഈ സമയത്ത് എത്തിപ്പെടാൻ പറ്റുന്നത് ബാക്കിയായിട്ട് കാണാൻ പറ്റും. സിനിമേൻ്റെ ഷൂട്ടിന് നമ്മളെ പഞ്ചായത്ത് ചെട്ടി നമ്മളെ മറിവാൻ ടീമിൻ്റെ സിനിമ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മറിവാൻ രണ്ടും കൂടി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ എത്തിപ്പെടാൻ പറ്റിയത് ഭാഗ്യമാണ്. ഏറെ സ്നേഹം കൂടുതലും പറയുന്നത് എന്തായാലും സ്നേഹത്തോടെ എന്തായാലും ഉണ്ണിരാജയുടെ പ്രസൻസ് തന്നെ 5 മിനിറ്റ് കൂടെ നിന്നാൽ വലിയ ഉപകാരമായിരിക്കും. പ്ലീസ് 5 മിനിറ്റ് കൂടെ നിന്നാൽ വലിയ ഉപകാരമായിരിക്കും. ഉണ്ണിരാജയുടെ പ്രസൻസ് തന്നെയാണ് നമ്മളടുത്ത് നമ്മുടെ പോസ്റ്റ് റിലീസ് ചെയ്യുന്നത്. കലാഭവൻ സരിക നിങ്ങൾക്ക് പരിചയം ഉണ്ടാവുമല്ലോ. സമയത്തിന്റെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ എനിക്ക് അമ്മയോട് മാത്രമേ ഇത് പറഞ്ഞോളൂ, വേറെ ആരോടും പറഞ്ഞോളൂ. അതുകൊണ്ടാണ് അടുക്കളയിൽ നിന്ന് ചോറും കറിയും മാത്രം വെച്ചുകൊണ്ടിരുന്ന ഞാനാണ്. അങ്ങനെ തന്നെ ഇവൻ്റെ വീഡിയോയിൽ കൂടി ഈ വരാന്ത വരെ എത്തിച്ചിരിക്കും. വരാന്തയിൽ നിന്ന് ഞാൻ ഇപ്പം ഇവിടെ എത്തിയത് ഈ വയസ്സെത്രയായി 30 എന്ന് പറഞ്ഞ സിനിമയുടെ ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ഇതിനേക്കാൾ കുടുംബത്തിൽ ഈ വയസ്സെത്രയായി എന്ന കുടുംബത്തിൽ തന്നെ എത്തിപ്പെട്ടതിന് എൻ്റെ ഒരു ഭാഗ്യമായിരുന്നു. അടുത്തതായി മനോരഞ്ജൻ, പ്ലീസ് വെൽക്കം. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് മനോരഞ്ജൻ എന്നാണ്.
എല്ലാവർക്കും അറിയുമെന്ന് അറിയില്ല, എന്നാലും കുറേ പടങ്ങളിലൊക്കെ ചെയ്തിട്ടുണ്ട്, കുറേ വർഷങ്ങൾ ചെയ്തിട്ടുണ്ട്. വയസ്സെത്രയായി 30 എന്ന ഈ പടത്തിൽ ഒരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. അതിന് എന്നെ അതിലേക്ക് അവസരം തന്ന ഫൈസൽ മാഷ്, പിന്നെ എൻ്റെ ഡയറക്ടർ പപ്പൻ സാറ്, പിന്നെ പ്രൊഡ്യൂസർ, എല്ലാവർക്കും, പിന്നെ ഇതിൻ്റെ അണിയറയിൽ പ്രവർത്തിച്ച കൂടെ അഭിനയിച്ച എല്ലാവർക്കും നന്ദി, ഒരുപാട് നമസ്കാരം. ഇത് പടം ഒരു വൻ വിജയമാവട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു മനോരജ. ഓക്കെ, ഗീത പയ്യൻ പ്ലീസ്. 2 വാക്ക് സംസാരിച്ചു. എല്ലാവരും സംസാരിച്ചു, നിങ്ങളായിട്ട് മാത്രമേ. ഈ വയസ്സത്രയായി 33 എന്ന സിനിമയിലെ ഒരു ഭാഗം 10 എന്ന സിനിമയിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ആവാൻ കഴിഞ്ഞതിൽ വളരെയധികം സന്തോഷിക്കുന്നു. അങ്ങനെ ഇതിലെ മുന്നണിയിലും പിന്നണിയിലും പ്രവർത്തിച്ച എല്ലാവർക്കും, നമുക്ക് എല്ലാവർക്കും ഈ സിനിമ വമ്പൻ വിജയത്തിലേക്ക് നയിക്കാൻ നിങ്ങളെല്ലാവരുടെ പ്രാർത്ഥനയും അനുഗ്രഹവും നമുക്ക് വേണം. താങ്ക് യു.